ഇവിടെ ഒരു ഹോട്ടലിൽ 56 പേര് മരണപ്പെട്ട ഒരു മുറിയുണ്ട്. അവിടെ ആരും താമസിക്കാൻ ധൈര്യപ്പെടാറില്ല. ഇനി ആരെങ്കിലും താമസിച്ചാൽ അവർ ജീവനോടെ പുറത്തു വരികയുമില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 1408 എന്ന ആ മുറി തനിക്ക് വേണമെന്നും പറഞ്ഞ് മൈക്ക് എന്നൊരാൾ അവിടേക്ക് എത്തുന്നു. ഉടനെ ഹോട്ടൽ മാനേജർ ആ മുറിയിൽ താമസിച്ചവരാരും ജീവിച്ചിരിപ്പില്ല എന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും യാതൊന്നും വകവയ്ക്കാതെ എനിക്ക് ആ മുറി തന്നെ വേണമെന്ന് അയാൾ വാശി പിടിക്കുന്നു. കാര്യം എന്താന്ന് വെച്ചാൽ സൂപ്പർ നാച്ചുറൽ ഈവന്റ്സിനെ കുറിച്ച് കഥ എഴുതുന്ന എന്നാൽ ഇത്തരം പ്രേതകഥകളിൽ ഒന്നും വിശ്വസിക്കാത്ത ഒരു എഴുത്തുകാരനാണ് മൈക്ക്. ഇതുപോലുള്ള മുറികൾ അന്വേഷിച്ചെന്ന് താമസിച്ച് അവിടെ ഇരുന്ന് കഥ എഴുതുകയായിരുന്നു അയാളുടെ പതിവ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മൈക്കിന് ഒരു പോസ്റ്റ് വരുന്നു. ഈ ഹോട്ടലിലെ 1408 മുറിയിൽ താമസിക്കരുത് എന്ന് മാത്രമായിരുന്നു അതിൽ എഴുതിയിരുന്നത്. സോ അതൊരു ചലഞ്ചായി ഏറ്റെടുത്ത് എത്തിയതാണ് മൈക്ക്. ആ മുറിയിൽ എത്തി കുറച്ചു സമയം കൊണ്ട് തന്നെ അവിടെ എന്തൊക്കെയോ നിഗൂഢത ഉള്ളതായി മൈക്കിന് മനസ്സിലായി. പൊടുന്നനെ ഓട്ടോമാറ്റിക്കായി റേഡിയോ ഓണാവുന്നു. വിൻഡോ വീണ് അവന്റെ കൈ മുറിയുന്നു. തുടങ്ങി നടക്കുന്ന ഓരോ സംഭവങ്ങളും അയാളെ ഭയപ്പെടുത്താൻ തുടങ്ങി. അതോടെ കേട്ട കഥകളെല്ലാം സത്യമാണെന്ന് മൈക്കിന് മനസ്സിലായി. ഉടനെ തന്നെ റിസപ്ഷനിലേക്ക് വിളിച്ച് താൻ മുറി വെക്കേറ്റ് ചെയ്യുകയാണെന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും മറുവശത്ത് നിന്നും യാതൊരു ബന്ധവുമില്ലാത്ത മറുപടിയാണ് ലഭിച്ചത്. ആ സമയത്ത് എതിർവശത്തുള്ള മുറിയിൽ ആരോ നിൽക്കുന്നത് കണ്ട മൈക്ക് കൈയും കാലുമൊക്കെ കാണിച്ച് അയാളോട് ഹെൽപ്പ് ചോദിക്കുന്നു. അരണ്ട വെളിച്ചത്തിൽ അയാളുടെ മുഖം കണ്ട മൈക്ക് ഞെട്ടിപ്പോയി. അയാളുടെ രൂപം മൈക്കിന്റേത് തന്നെയായിരുന്നു. ഒടുവിൽ അവിടെ വെച്ച് മൈക്കും മരണപ്പെട്ട് ആ മുറിയിൽ പ്രേതമായി അലയാൻ തുടങ്ങി.